ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടൽ കൂടി പരിശോധിക്കണമെന്ന ചന്ദ്രബോസിന്റെ നിർദ്ദേശമനുസരിച്ച് പോലീസുകാർ അവിടേക്ക് പുറപ്പെടുന്നു. ഈ സമയം അവിടേക്ക് വന്ന പപ്പിമോളെ വേഗം തന്നെ ശാന്ത അവിടെ ഉണ്ടായിരുന്ന വാർപ്പിനുള്ളിലേക്ക് കയറ്റിയിരുത്തി. മോള് ഇവിടെ തന്നെ ഇരുന്നോണം, അവരിവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ വാർപ്പിന്റെ മൂടുപാത്രം വെച്ച് മൂടി വെക്കുന്ന ആ നിമിഷത്തിൽ തന്നെ അവിടേക്ക് പോലീസുകാർ വന്നെത്തി. അപ്പോഴും ഒന്നും അറിയാതെ, സത്യം മനസ്സിലാക്കാൻ കഴിയാതെ ശാലിനിയും ശാരദാമ്മയും ഗോപാലകൃഷ്ണനുമെല്ലാം ആകെ സംശയത്തോടെയും, എന്നാൽ ആ വീട്ടിൽ ഒരിക്കലും പപ്പിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലും അവർ പോലീസുകാരുടെ അന്വേഷണത്തെ യാതൊരു കൂസലുമില്ലാതെ നേരിടുമ്പോൾ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ശാന്തേച്ചി പപ്പിമോളെ ആ വാർപ്പിനുള്ളിൽ ഒളിപ്പിച്ചിട്ട് അതിനരികിൽ തന്നെ നിന്നു. അകത്തേക്ക് എത്തിയ എസ്ഐയും സംഘവും, എന്താടി നിനക്കൊരു പരുങ്ങൽ, എന്താടി കാര്യം എന്നൊക്കെ ശാന്തയെ ചോദ്യം ചെയ്തു. അപ്പോഴേക്കും ശാന്ത പറഞ്ഞു, ഏയ് ഒന്നുമില്ല സാറേ, ഞാൻ ഇവിടെ ഉണ്ടാക്കിയ ചോറും സാമ്പാറും ഒക്കെ ഒന്ന് മൂടി വെക്കുകയായിരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ, പക്ഷെ നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം പോലെ തോന്നുന്നുണ്ടല്ലോടി, എന്തേലും നീ കള്ളത്തരം കാട്ടിയോ എന്നൊക്കെ എസ്ഐയുടെ ചോദ്യങ്ങൾ വന്നു. അത് കേട്ടതും ശാന്ത പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ എന്ത് ചെയ്യാനാണ്, അല്ലെ തന്നെ നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ശാന്ത എസ് ഐയോട് അന്വേഷിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോൾ എസ് ഐ അവിടെ മൂടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താടിയെന്ന് അന്വേഷിച്ചു. അതിനെ ശാന്തേച്ചി പറഞ്ഞു, അത് ഉച്ചയ്ക്ക് വിളമ്പാനുള്ള കറികളൊക്കെയാണ് സാറേ. പെട്ടെന്ന് അയാൾ അതിൽ നിന്ന് ഒരു മൂടപാത്രം മാറ്റി ആ കറി ഒന്ന് രുചിച്ചു നോക്കി. അത് കണ്ടതും ശാന്ത ചോദിച്ചു, എന്താ സാറേ, ഉപ്പും പുളിയൊക്കെ ചേർന്നിട്ടുണ്ടോ? ഒന്നും ആയിട്ടുണ്ടാവില്ല, കാരണം ഇപ്പം ഉണ്ടാക്കി വെച്ചതല്ലേ ഉള്ളൂ, കുറച്ചു നേരം കഴിയും പുളിയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ എന്ന് ശാന്ത മറുപടി നൽകുമ്പോൾ അത് രുചിച്ചു നോക്കിയിട്ട് എസ് ഐ പറഞ്ഞു, കുഴപ്പമില്ല, നല്ലതാ, തരക്കേടില്ല എന്നൊക്കെ എസ് ഐ മറുപടി നൽകി. അപ്പോഴേക്കും ശാന്തേച്ചി ആകെ ടെൻഷനിലായി. ദൈവമേ, ഇപ്പോൾ പൊങ്ങി വരലേ എൻ്റെ പൊന്നുമോളെ, ആ കാലമാടൻ തൊട്ട് മുന്നിൽ തന്നെ നിൽക്കുന്നത് എന്നല്ല ശാന്തേച്ചി മനസ്സിൽ പറഞ്ഞുണങ്ങാൻ നിൽക്കുമ്പോൾ ചന്ദ്രബോസ് മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആശങ്ക മനസ്സിലാക്കിയെന്നോണം അവിടെ എന്താണ് സംഭവിച്ചെന്നറിയാനായി കാത്തിരുന്നു. അപ്പോഴേക്കും സത്യഭാമ ചന്ദ്രബോസിനെ വിളിച്ചു, അല്ല സാറേ, മോളെ ഇതിലായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ, അല്ല ഇനിയും ഇങ്ങനെ നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് കണ്ടുവന്ന വിഷ്ണു വേഗം സത്യഭാമയെ നോക്കി, സത്യാമ്മയെ, അമ്മയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇവിടെ കുഞ്ഞില്ല എന്നുള്ള കാര്യം, പപ്പിമോളില്ല എന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞതല്ലേ, എന്നിട്ടും അമ്മയ്ക്കല്ലേ വിശ്വാസമാകാതിരുന്നത് എന്ന് ചോദിച്ചു. ഉടനെ ചന്ദ്രബോസ് വേഗം ശാലിനിയുടെ അരികിലേക്ക് എത്തി മേഡം എന്ന് വിളിച്ചതും ശാലിനി പറഞ്ഞു, ചന്ദ്രബോസെ, ഇനി എന്താ നിങ്ങൾക്ക് പറയുവാനുള്ളത്? നിങ്ങളുടെ കോർട്ടിലുണ്ടായിരുന്ന പന്ത് അത് ഇപ്പോൾ എവിടേക്ക് പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പപ്പിമോളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോൾ ചെയ്തു കൂട്ടിയതിനുള്ള തിരിച്ചടി ഇനി വാങ്ങിക്കാൻ തയ്യാറായിക്കോ? അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി ചന്ദ്രബോസിനോട് ചോദിച്ചു, അല്ല, കളക്ടറുടെ കുടുംബത്തെയും വേദനിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ആനന്ദം നൽകുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ ശരിക്കും ഞങ്ങളെ വേദനിപ്പിക്കുകയാണെങ്കിൽ പണം നൽകാമെന്ന് സത്യാമ്മയുടെ ഓഫർ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് മേഡം എന്ന് വിളിച്ചു. അപ്പോഴേക്കും ശാലിനിയുടെ അരികിലേക്ക് ചന്ദ്രബോസ് വന്നങ്ങനെ നിൽക്കുന്നത് കണ്ട് സത്യഭാമ ഓടിയെത്തി ചന്ദ്രബോസിനോട് പറഞ്ഞു, സർ, ഇവളെൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. ഇവളെ ചോദ്യം ചെയ്യണം സാർ, പോലീസിൻ്റെ നീക്കങ്ങൾ കൃത്യമായി തന്നെ അവൾ അറിയട്ടെ എന്നെല്ലാം ചന്ദ്രബോസിനെ നോക്കി സത്യഭാമ പറഞ്ഞു. ചന്ദ്രബോസ് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, സാർ ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ലോക്കൽ കൊണ്ടുപോയി നന്നായി ഒന്ന് പെരുമാറ്. വനിതാ പോലീസിന്റെ കൈയുടെ ചൂട് അറിഞ്ഞു കഴിയുമ്പോൾ ഇവള് മണിമണിയായി കാര്യങ്ങൾ പറഞ്ഞോളും. ശാലിനിയെ അറസ്റ്റ് ചെയ്ത് കാണാത്തതിന് നിരാശയിൽ സത്യഭാമ വീണ്ടും ചന്ദ്രബോസിനോട് ശാലിനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നും നിങ്ങളുടെ പോലീസ് മുറിയിലുള്ള ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ അവൾ കഥ പറയുന്നത് പോലെ സത്യം തുറന്നു പറയുമെന്നുമൊക്കെ സത്യഭാമ ചന്ദ്രബോസിനോട് പറയുന്നു. ശാലിനി വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, വിഷ്ണുവേട്ടാ, ഇനിയും സമയം വൈകിക്കുന്നത് ശരിയല്ല. ഇത്രയും നേരം ഇവിടെ കുഞ്ഞുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിലല്ലേ നിങ്ങൾ രണ്ടുപേരും നിന്നത്. ഇനിയെങ്കിലും സത്യാമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കൂ വിഷ്ണുവേട്ടാ എന്ന് ശാലിനി വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു. എല്ലാം കേട്ട വിഷ്ണു ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മേ, നമുക്ക് പോകാം. ഇവിടെ കുഞ്ഞില്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയും നമ്മൾ എന്തിനിവിടെ നിൽക്കണം, അതുകൊണ്ട് നമുക്ക് പോകാം അമ്മേ എന്ന് പറഞ്ഞ് സത്യഭാമയെ വിളിച്ചുകൊണ്ട് വേഗം വിഷ്ണു കാറിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ചന്ദ്രബോസിനെ വിളിച്ചു, ചന്ദ്രബോസ് സാറേ, അപ്പോൾ ഞങ്ങളുടെ മേലുണ്ടായിരുന്ന സാറിൻ്റെ അന്വേഷണവും തെറ്റിദ്ധാരണയൊക്കെ തീർന്നോ?
ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കണ്ടെത്തിക്കോളാം, സാറിൻ്റെ സഹായമൊന്നും വേണ്ട എന്ന് ചന്ദ്രബോസിനോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അതെല്ലാം കേട്ടതിന് ശേഷം ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് ചന്ദ്രബോസ് ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ അരികിലേക്ക് എത്തി ചന്ദ്രബോസ് ശാലിനിയോട് ക്ഷമ പറയുന്നു. സോറി മേഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യാതിരിക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ക്ഷമ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അകത്ത് അന്വേഷണം നടത്തിയ ആ ലേഡി കോൺസ്റ്റബിൾ അവിടേക്ക് എത്തി. സർ, അകത്തു നിന്നൊരു ബാഗ് കിട്ടിയിട്ടുണ്ട് സർ എന്ന് പറഞ്ഞു. ആ ബാഗുമായിട്ട് വേഗം ആ ലേഡി കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവർ ബാഗുമായിട്ട് നേരെ ചന്ദ്രബോസിന് അരികിലേക്ക് എത്തിയതും ചന്ദ്രബോസ് ബാഗ് വാങ്ങിച്ച ആ നിമിഷം ശാലിനി ആ ബാഗിലേക്ക് നോക്കി ഞെട്ടി. അപ്പോഴേക്കും അപ്പുറത്ത് മാറി നിന്ന വിഷ്ണു ആ ബാഗ് നോക്കിയിട്ട് പപ്പിമോളുടെ ബാഗ് എന്ന് അതിശയപ്പെട്ടു. പെട്ടെന്നാണ് അപ്പുറത്ത് മാറി നിന്ന സത്യ വിളിച്ചു പറഞ്ഞത്, സർ, അതെൻ്റെ ബാഗാണ്. അത് കേട്ടപ്പോഴേക്കും എല്ലാവരും ആകെ അതിശയപ്പെട്ടു. ശാലിനിയും വിഷ്ണുവും സംശയത്തോടെ പരസ്പരം നോക്കി. സത്യ വിളിച്ചു പറഞ്ഞു, അങ്കിൾ, അതെൻ്റെ ബാഗാണ് എന്ന്. ഉടനെ തന്നെ ചന്ദ്രബോസ് അരികിലേക്ക് എത്തി സത്യയോട് പേരന്വേഷിച്ചു. ഓഹോ, ഇത് മോളുടെ ബാഗാണോ എന്നാ എന്ന് പറഞ്ഞ് ആ ബാഗ് വേഗം ചന്ദ്രബോസ് സത്യമോളെ ഏൽപ്പിച്ചു. ഇത് സമയത്ത് അപ്പുറത്ത് മാറി നിന്ന സത്യഭാമ വേഗം അവിടേക്ക് എത്തി. ഒരു മിനിറ്റ് ഓഫീസർ, ആ ബാഗൊന്ന് കാണിച്ചു എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങിച്ച് സത്യഭാമ നോക്കി. ആ ബാഗ് കണ്ടതും ഉടനെ സത്യഭാമ പറഞ്ഞു, ഇത് പപ്പിയുടെ ബാഗാ എന്ന്. അത് കേട്ടപ്പോഴേക്കും എല്ലാവർക്കും ആകെ സംശയമായി. ഉടനെ തന്നെ ആ ബാഗുമായി സത്യഭാമ വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, വിഷ്ണു, നോക്കടാ, ഇത് നമ്മുടെ പപ്പിമോളുടെ ബാഗല്ലേ, നീ നോക്കിക്കേ എന്ന് പറഞ്ഞു. വിഷ്ണു ആകെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് SI വിളിച്ചിട്ട് പറഞ്ഞു, എടോ, തന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ, ആ ബാഗ് വാങ്ങി പരിശോധിച്ചു നോക്കടോ എന്ന് ചന്ദ്രബോസ് SIയോട് അറിയിച്ചു. അത് കേട്ടതും ചന്ദ്രബോസ് വേഗം തന്നെ പറഞ്ഞത് കേട്ട് SI ആ ബാഗ് വാങ്ങി പരിശോധിച്ചു. അപ്പോഴാണ് അതിനുള്ളിൽ ഒരു ബുക്ക് കിടക്കുന്ന കണ്ടതോടെ ആ പുസ്തകം എടുത്ത് തുറന്നു നോക്കി. അതിൽ പത്മിനി എന്ന പേര് കണ്ടതോടെ ആകെ ടെൻഷനിലായി. ഉടനെ SI പറഞ്ഞു, സർ, ഈ ടെക്സ്റ്റിനകത്ത് എഴുതിയിരിക്കുന്നത് പത്മിനി എന്നുള്ള പേരാണ് എന്ന് പറഞ്ഞ് ആ ബുക്ക് എടുത്ത് നോക്കി. ഇത് കണ്ടതോടെ ചന്ദ്രബോസ് വലിയ സന്തോഷത്തിലായി. ചന്ദ്രബോസ് വേഗം തന്നെ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എടോ, സത്യം പറയടോ, എവിടെയാടോ നിങ്ങൾ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത്? താൻ എന്താണോ ചെയ്തത് കുഞ്ഞിനെ എന്ന് ചോദിച്ച് ഗോപാലകൃഷ്ണനെ പിടിച്ച് SIയുടെ അരികിലേക്ക് തള്ളിയിട്ടു. ഇത് കണ്ടതോടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഞാനെന്ത് ചെയ്യാനാണ് സാറേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവളുടെ മുത്തശ്ശനാ എന്ന് ഗോപാലകൃഷ്ണൻ ചന്ദ്രബോസിനോട് അറിയിച്ചു. ഇത് കേട്ടതും ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ, താൻ മുത്തശ്ശനായിരിക്കാം, പക്ഷേ കഴിഞ്ഞ ദിവസമേ അങ്ങ് ഇടുക്കിയിൽ ഒരു അച്ഛനാണ് 10 വയസ്സുള്ള കുഞ്ഞിനെ കൊന്ന് മരപ്പത്തിൽ ഒളിപ്പിച്ചത്. അതച്ഛൻ, താൻ അച്ഛനൊന്നും അല്ലല്ലോ, മുത്തശ്ശനല്ലേ, തനിക്കപ്പോൾ അതല്ല അതിലപ്പുറവും ചെയ്യാൻ കഴിയും എന്ന് ചന്ദ്രബോസ് ഗോപാലകൃഷ്ണനോട് അറിയിച്ചു. അത് കേട്ട് നിന്ന ശാരദാമ്മ വേഗം മുന്നിലേക്ക് വന്ന് ഗോപാലകൃഷ്ണനോട് പറഞ്ഞു, സാറേ, ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ചോദിച്ചു, ശാരദേ, ഇതെന്താ കുഞ്ഞിൻ്റെ ബാഗൊക്കെ എവിടെ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല ഗോപാലേട്ട എന്ന് ശാരദാമ്മ മറുപടി നൽകി. അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു, അതെ, നിങ്ങൾ വന്നപ്പോൾ മുതൽ പറയുന്നത് കുട്ടി ഇവിടെ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ സംശയം നിങ്ങൾ ആ കുട്ടിയെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു എന്നതായിരുന്നു. കുറച്ചു മുൻപ് മേഡം എന്നെ തിരികെ പറഞ്ഞയക്കാൻ ഒരുങ്ങുകയും ഞാനിവിടെ വന്ന് ഇങ്ങനൊരു അന്വേഷണം നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി പലിശ സഹിതം എനിക്കെന്തോ ശിക്ഷ വിധിക്കാൻ പോയതല്ലേ. എന്നാൽ ഞാനേ ദൈവത്തിൽ അത്രത്തോളം വിശ്വസിക്കുന്ന ആളൊന്നുമല്ല, അത്ര വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ ഒന്ന് ഈ ലോകത്തുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇതിങ്ങനെ തകിടം മറിയില്ലല്ലോ മേഡം. ഇത് കണ്ടോ, ഇത് മേഡത്തെ ചോദ്യം ചെയ്യുന്നതിനുള്ള വ്യക്തമായ തെളിവാണ് മേഡത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയത്. അപ്പോൾ ഇനി വിശദമായ ഒരു അന്വേഷണത്തിന് മേഡത്തെ ഞങ്ങൾക്ക് കൊണ്ടുപോയേ തീരൂ. അതുകൊണ്ട് ഒരു ചോദ്യം ചെയ്യലിന് തീർച്ചയായിട്ടും മേഡത്തെ ഞങ്ങൾ കൂടെ കൊണ്ടുപോവാം. എന്നാൽ നമുക്കങ്ങ് പോയാലോ എന്ന് ശാലിനിയോട് ചന്ദ്രബോസ് ചോദിച്ചതും ശാലിനി പറഞ്ഞു, മിസ്റ്റർ ഓഫീസർ, പപ്പിമോളെ കാണാതെ പോയതിന് പിന്നിലും മോളുടെ ഈ ബാഗ് കണ്ടെത്തിയതിൻ്റെ പിന്നിലും ഞാനോ എൻ്റെ വീട്ടുകാരോ ഇല്ല എന്ന് ശാലിനി പറയുമ്പോൾ ഇത് കേട്ട ഉടനെ ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ചു മുൻപല്ലേ മേഡം ഞാനിങ്ങനെ ഒരു അന്വേഷണം നടത്തിയതിൻ്റെ പേരിൽ എന്നോട് മേഡം പക വീട്ടുന്നത് പോലെ സംസാരിച്ചതും പെരുമാറാൻ ഒരുങ്ങിയതും, എന്നിട്ട് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞത് കണ്ടോ. അപ്പോൾ എന്തായാലും മേഡം നമുക്കങ്ങ് പോകാം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ വേഗം ശാലിനിയുടെ അരികിലേക്ക് എത്തി.
മോളെ മോളെ ശാലിനി എന്ന് വിളിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു, അമ്മേ അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, അതിനെ തടസ്സപ്പെടുത്താൻ നമുക്കാവില്ല. അപ്പോഴേക്കും വിഷ്ണു അരികിലേക്ക് എത്തി. ഇടോ ചന്ദ്രബോസെ എന്ന് വിളിച്ചതും, എടാ നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട എന്ന് വിഷ്ണുവിനെ ചന്ദ്രബോസ് തടഞ്ഞു. അപ്പോഴേക്കും സത്യഭാമ മനസ്സിൽ പറഞ്ഞു, അങ്ങനെ ഇതായിരുന്നടി ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. നിന്റെ കയ്യിൽ വിലങ്ങണിയിച്ചുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ച എനിക്ക് കാണണമായിരുന്നു. ആ കാഴ്ചയാണ് ഞാനിപ്പോൾ കണ്ണിറയെ കാണാൻ പോകുന്നത്. ഇന്നത്തോടെ നിന്റെ ഈ കളക്ടർ ജോലിക്ക് ഒരു തീരുമാനമുണ്ടാകും. എന്നിട്ട് നീ നിന്റെ അമ്മയോടൊപ്പം ഈ ഹോട്ടലിൽ ചായ അടിച്ച് തന്നെ നീ ജീവിച്ചോ എന്ന് സത്യഭാമ മനസ്സിലങ്ങനെ ശാലിനിയോടുള്ള പക മുഴുവൻ അതേപോലെയുള്ളതും തൻ്റെ കൺമുന്നിൽ ആ സന്തോഷകരമായ കാഴ്ച കാണാൻ പോകുന്നു എന്ന അഹങ്കാരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് സത്യഭാമ അങ്ങനെ നിന്നു. അപ്പോഴേക്കും ഉടനെ അവിടെ നിന്ന് SI ചന്ദ്രബോസിനെ വിളിച്ചു. സർ, മേഡത്തിൻ്റെ കാറിൽ തന്നെ വരാനുള്ള നിയമം അത് അനുവദിക്കുന്നുണ്ട് മേഡം, അനുവദിക്കുന്നുണ്ട് സർ എന്ന് പറഞ്ഞതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, ഡോ നിർത്തോ, നീ എന്നെ നിയമമൊന്നും പഠിപ്പിക്കണ്ട. എനിക്കറിയാം നിയമം എന്താണെന്ന്. ഞാൻ ഇത്രയും മര്യാദയോടെ പെരുമാറുന്നതും അവരുടെ കയ്യിൽ അണിയിക്കാതിരിക്കുന്നത് തന്നെ ഈ ചന്ദ്രബോസിന് വലിയൊരു മര്യാദ തന്നെയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് ലേഡി കോൺസ്റ്റബിളിനോട് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. ശാലിനിയെ വിളിച്ചുകൊണ്ട് പോകാനായി കോൺസ്റ്റബിൾ അരികിലേക്ക് എത്തിയതും വരൂ മേഡം എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ സത്യഭാമ താൻ വിജയിച്ചു എന്ന അഹങ്കാരത്തിൽ ശാലിനിയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അപ്പുറത്ത് മാറുന്ന വിഷ്ണു വളരെ ദയനീയമായി ശാലിനിയെ തന്നെ നോക്കി. അങ്ങനെ ശാലിനി മറ്റൊന്നും മിണ്ടാതെ ആ പോലീസിനോടൊപ്പം ആ ജീപ്പിനുള്ളിലേക്ക് കയറാനായി നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്ന് കുടുംബശ്രീ ഹോട്ടലിന് മുന്നിൽ നിന്ന് സത്യയുടെ അമ്മയെ എന്നുള്ള പപ്പിമോളുടെ വിളി കേൾക്കുന്നു. ആ വിളി കേട്ടതും ശാലിനി നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന പപ്പിമോളെ കണ്ടു. ആ കാഴ്ച കണ്ടതോടെ ശാരദാമ്മയും ശാലിനിയും വിഷ്ണുവുമൊക്കെ അന്തിച്ചു. ഗോപാലകൃഷ്ണൻ അതിശയപ്പെട്ട് നോക്കുമ്പോൾ സത്യഭാമ ശാലിനി മനഃപൂർവ്വം അവിടെ കുഞ്ഞിനെ ഒളിപ്പിച്ചതാണെന്ന തെറ്റിദ്ധാരണ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിശയത്തോടെ കുഞ്ഞിനെ നോക്കി. അപ്പോഴേക്കും പപ്പിമോള് വേഗം ശാലിനിക്കരികിലേക്ക് ഓടിയെത്തി. ശാലിനിയെ കെട്ടിപ്പിടിച്ചതും ശാലിനി കുഞ്ഞിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ശാലിനി അവിടെ ഇരുന്ന് കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് മാറി മാറി അവളുടെ മുഖത്തും കവിളത്തുമെല്ലാം ഉമ്മ കൊടുത്തു. അതിനുശേഷം എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് പപ്പിയെ നോക്കി ശാലിനി അങ്ങനെ ഇരുന്നു. ശാരദാമ്മയും ഗോപാലകൃഷ്ണൻ അതിശയപ്പെട്ട് നോക്കുമ്പോൾ ശാലിനി ചോദിച്ചു, മോൾക്ക് എന്താ സംഭവിച്ചത്? മോൾ എന്താ ഇവിടെ വന്നത്? എവിടെയായിരുന്നു മോൾ ഇത്രയും ദിവസം? എന്തിനാ മോളെ നീ ഇതുപോലെ തീ തീറ്റിച്ചത് എന്ന് ചോദിച്ചതും ഉടനെ പപ്പി പറഞ്ഞു, സത്യയുടെ അമ്മേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങളാരും അറിയാതെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. സത്യയ്ക്ക് മാത്രമേ അതറിയത്തുണ്ടായിരുന്നുള്ളൂ എന്ന് പപ്പി പറഞ്ഞു. അത് കേട്ടതും സത്യയെ അതിശയത്തോടെ ശാരദാമ്മയും ശാലിനിയും നോക്കി. ഉടനെ വിഷ്ണു പപ്പി മോളെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, മോളെ പപ്പി, നീ എന്ത് പണി ഈ കാണിച്ചത്? അപ്പോഴേക്കും എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ പപ്പി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് വിഷ്ണുവച്ച ഞാൻ അങ്ങനെ ചെയ്തത്. വിഷ്ണുവച്ചൻ്റെയും കാർത്തികാൻ്റെയും വിവാഹം മുടങ്ങണം, അതിനു വേണ്ടിയാ ഞാൻ പോകുന്നത്. നിങ്ങളുടെ വിവാഹം മുടങ്ങിയാലല്ലേ വിഷ്ണുവച്ചന് ചേച്ചിയമ്മ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് പപ്പി വിഷ്ണുവിനോട് ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ കേട്ട് അതിശയപ്പെട്ട് ശാലിനിയും വിഷ്ണു നിൽക്കുമ്പോൾ ശാരദാമ്മയും ആ വാക്കുകൾ കേട്ട് വളരെ ദയനീയമായി നോക്കി. കുഞ്ഞിൻ്റെ മനസ്സാണെങ്കിൽ പോലും ആ കുഞ്ഞ് എത്ര നല്ല ചിന്താഗതിയോടെ മുന്നോട്ട് പോയതെന്ന് ആ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ഉടനെ തന്നെ വിഷ്ണുവും പപ്പിമോളോട് പറഞ്ഞു, മോള് തന്നെ പറ, ദാ ഈ നിൽക്കുന്നവരോട് എന്താ സംഭവിച്ചതെന്ന് എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന് നേരെ പപ്പിമോളെ വിഷ്ണു നിർത്തി. അപ്പോഴേക്കും ഉടനെ വിഷ്ണുവിനരികിലേക്ക് സത്യഭാമ എത്തി. എടാ വിഷ്ണു, വേണ്ട എന്ന് പറഞ്ഞതും അമ്മ നിർത്തിക്കോ, അമ്മ കേട്ടതല്ലേ പപ്പി പറഞ്ഞ കാര്യം, ഇത് പപ്പി തന്നെ പറയട്ടെ. ശാലിനിയും ഈ കുടുംബത്തുള്ളവരാരും തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കാളികളല്ല എന്നുള്ള കാര്യം എന്ന് വിഷ്ണു സത്യാമ്മയെ താക്കീത് ചെയ്തു. അപ്പോഴേക്കും പപ്പിമോള് കൈകൂപ്പിക്കൊണ്ട് ചന്ദ്രബോസിനോട് പറഞ്ഞു, പോലീസ് അങ്കിളെ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വന്നത്, ആരും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ കഴിഞ്ഞതാണ്. ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്ന വിവരം സത്യയ്ക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആരെയും ഒന്നും ചെയ്യില്ലേ എന്ന് കൈകൂപ്പി തന്നെ പപ്പിമോൾ ആവശ്യപ്പെട്ടു. ഇത് കണ്ടുവന്ന സത്യ വിളിച്ച് പറഞ്ഞു, പപ്പി ചെയ്യുന്നത് ഒരു നല്ല കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് എന്ന് സത്യ അറിയിച്ചു. ഇതെല്ലാം കേട്ടതിന് ശേഷം സത്യഭാമ പറഞ്ഞു, ഓഫീസർ, ഇപ്പോൾ കുഞ്ഞിനെ കണ്ടെത്തിയത് ഈ ശാലിനിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ തന്നെയാണ് കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോകുന്നത്. ഇക്കാര്യത്തിൽ ഇനിയും ഓഫീസർ അമാന്തം കാട്ടരുത് എന്ന് പറഞ്ഞതും
ചന്ദ്രബോസ് ശാലിനിയെ നോക്കി. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഓഫീസർ, ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓഫീസർക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ? പ്രോട്ടോക്കോളും നിയമവശങ്ങളും ഒക്കെ ഞാൻ ഓഫീസറിന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്ന ശാലിനിയുടെ ചോദ്യം കേട്ട് ചന്ദ്രബോസ് ആകെ ടെൻഷനോടെ നിന്നു. അപ്പോഴും സത്യഭാമ പറഞ്ഞു, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഇവൾ തന്നെയാണ് സർ. ഇവളെ ഒന്ന് ചോദ്യം ചെയ്താൽ അറിയാൻ കഴിയും. ഇവളെ അറസ്റ്റ് ചെയ്യണം സർ. ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരൂ എന്നെല്ലാം വീണ്ടും ശാലിനിയുടെ നേരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സത്യഭാമ സംസാരിക്കുമ്പോൾ ഇത് കേട്ടുനിന്ന ശാലിനി പറഞ്ഞു, സത്യാമ്മേ, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. ദേവി ഇതുപോലെയെല്ലാം ഇനിയും വിളിച്ചു പറയരുത് എന്ന് ശാലിനി സത്യഭാമയെ നോക്കി അറിയിച്ചു. അതിനുശേഷം ചന്ദ്രബോസ് ഒന്നും മിണ്ടാതങ്ങാൻ നിൽക്കുമ്പോൾ SI അരികിലേക്ക് എത്തി പറഞ്ഞു, സാർ, കുട്ടികൾ നല്ല സ്ട്രോങ് ആണ്, അറിയാവല്ലോ. അവര് കോടതിയിൽ വന്ന് സത്യങ്ങൾ വിളിച്ചു പറയും. നമ്മൾ പോലീസുകാർക്ക് തന്നെയാണ് നാറ്റക്കേസാവുന്നത്. വെറുതെ പുലിവാല് പിടിക്കണോ സർ? നമുക്ക് പോകാം എന്ന് SI അറിയിച്ചതോടെ ചന്ദ്രബോസ് അല്പനേരത്തേക്ക് ആലോചിച്ചു. എന്നിട്ട് ശാലിനിയെ നോക്കി സോറി മാഡം എന്ന് പറഞ്ഞ് വേഗം ചന്ദ്രബോസ് മറ്റു പോലീസുകാരും അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം പപ്പിമോളെ കണ്ട ഉടനെ സത്യഭാമ പപ്പിമോളുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, നീ എന്താണ് ഈ കാണിച്ചത് എന്ന് ചോദിച്ച് പപ്പിയുടെ നേരെ ദേഷ്യപ്പെടുന്നു. ഇത് കണ്ടതോടെ ശാലിനിയും മറ്റെല്ലാവരും ആകെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ സത്യഭാമയോട് ശാലിനി നോക്കിയിട്ട് പറഞ്ഞു, പപ്പിമോൾ ഇതാ നിൽക്കുന്നോ, അവളെ കൊണ്ടുപോയിക്കോ സത്യമേ. അത് കേട്ട ഉടനെ ശാലിനിയോടുള്ള കലി സത്യഭാമ പപ്പിക്ക് നേരെ തീർക്കുന്നു. നീ ആരോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്? നിനക്കിവിടെ നിന്ന് കണ്ടതൊക്കെ മതിയായില്ലേ? നടക്കടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞതും ഉടനെ പപ്പി പറഞ്ഞു, വിഷ്ണു അച്ഛൻ്റെയും കാർത്തികാൻ്റെയും വിവാഹം നടക്കില്ലെന്ന് എന്നോട് പറ, എന്നാൽ മാത്രമേ ഞാൻ വരൂ, ഇല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് പപ്പി നിർബന്ധം പിടിച്ചു. ഇത് കണ്ടതോടെ സത്യഭാമ പറഞ്ഞു, ആഹാ, അത്രയ്ക്കായോ നീ? നിന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ പപ്പിയെ പിടിച്ചു വരയ്ക്കുന്നു. അപ്പോഴേക്കും പപ്പി വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ വരില്ല. വിഷ്ണു അച്ഛൻ്റെയും കാർത്തികാൻ്റെയും കല്യാണം നടത്തില്ലെന്ന് പറ എന്ന് പറഞ്ഞ് പപ്പി വാശി പിടിച്ചു. ഇത് കണ്ടതോടെ വിഷ്ണു സത്യഭാമയുടെ അരികിലേക്ക് എത്തി. അമ്മ വിടമ്മേ എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ പറഞ്ഞു, നീ മിണ്ടരുത് വിഷ്ണു, ഇവളെ നേരെയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു സത്യഭാമ ബലമായി പപ്പിമോളെ പിടിച്ചു വലിച്ച് കാറിൽ കയറി. ഇങ്ങോട്ട് അവൾ കാഴ്ച കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സത്യഭാമ കലുതുള്ളി കുഞ്ഞിനെ കാറിലേക്ക് കയറ്റുമ്പോൾ ആ കാഴ്ച കണ്ട് വേദനയോടെ ശാലിനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. പിന്നീട് വിഷ്ണു വേഗം വണ്ടിയെടുത്ത് അവിടെ നിന്ന് മടങ്ങി. വിഷ്ണുവും സത്യേഷ് പപ്പിമോളെയും കൊണ്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവിടെ തനിച്ച് നിന്ന സത്യ എല്ലാവരും ഒന്ന് നോക്കിയതിനു ശേഷം വേഗം അകത്തേക്ക് കയറി. ഇത് കണ്ടതോടെ ശാലിനി വിളിച്ചു, സത്യയെ അവിടെ നിൽക്ക്. അപ്പോഴേക്കും ശാരദാമ്മയ്ക്കും ഗോപാലകൃഷ്ണനും ആകെ ടെൻഷനായി. അയ്യോ മോളെ, നീ അവിടെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞതും അമ്മ മിണ്ടാതിരിക്കുന്ന പറഞ്ഞ് ശാലിനി വേഗം പിന്നാലെ സത്യയുടെ അരികിലേക്ക് ചെന്നു. സത്യയെ, നീ എന്താ ഈ കാണിച്ചത് എന്ന് ചോദിച്ചതും ഉടനെ സത്യ പറഞ്ഞു, അമ്മേ, ഞാൻ പപ്പിയെ സഹായിച്ചതാമേ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു, നീ സഹായിച്ചതാണെന്നോ? നീ എന്ത് തെറ്റായി ചെയ്തെന്നറിയാവോ പപ്പി? സത്യയെ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കുഞ്ഞുനാൾ മുതൽ ഞാൻ എന്താ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതും ഉടനെ ശാലിനിയെ നോക്കി സത്യ പറഞ്ഞു, ജീവൻ പോയാലും കള്ളം പറയരുത് എന്ന്. അത് കേട്ടതും ശാലിനി ചോദിച്ചു, പിന്നെ എന്തിനാ നീ അങ്ങനെ ചെയ്തത്? അപ്പോഴേക്കും സത്യ പറഞ്ഞു, അത് പിന്നെ അമ്മേ, പപ്പിയെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് പാവം സത്യ ആകെ വിഷമത്തോടെ അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ ഗോപാലകൃഷ്ണനും ശാരദാമ്മ അരികിലേക്ക് എത്തി. എടി മോളെ, വീട്, അതിനും വലിയ തെറ്റൊന്നും അവള് ചെയ്തിട്ടില്ലല്ലോ, ചെറിയൊരു കള്ളം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഈ ചെറിയ കള്ളമമ്മേ പിന്നീട് വലിയ കള്ളങ്ങളായി മാറുന്നത്. ഇപ്പോൾ ഇവളെ ഈ കാര്യത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ അവൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ ഇത്രയും ദിവസം കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്, അതറിയുമോ? ഇന്ന് ഞാൻ എൻ്റെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടവരുടെ മുന്നിൽ ഞാൻ ഇന്ന് തല കുനിച്ച് നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? ഇവൾ കാരണമല്ലേ എന്ന് ചോദിച്ച് സത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശാലിനി ദേഷ്യപ്പെടുമ്പോൾ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും സത്യയെ ശാലിനിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനും സത്യയെ സമാധാനിപ്പിച്ചുകൊണ്ട് ശാലിനിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തൽക്കാലം സത്യമോളെ ശാലിനി ശിക്ഷിക്കുന്നതിൽ നിന്ന് മോളെ രക്ഷിക്കാനായി ഗോപാലകൃഷ്ണനും ശാരദാമ്മയും കുഞ്ഞിന്റെ ഇരുവശങ്ങളിലായി വന്നു നിൽക്കുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം സത്യഭാമ പപ്പിയുമായി അവിടേക്ക് കയറി വരുമ്പോൾ രാഘവനാർ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് സത്യഭാമ പറയുന്നത്, താലിയുടെ മഹാത്മ്യം അതുകൊണ്ട് മാത്രമാണ് അവളുടെ കള്ളക്കളിയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. കാർത്തികമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം സത്യമായിരുന്നു എന്ന് വളരെ ആവേശത്തിൽ പറയുന്നത് കേട്ട് ഉടനെ തന്നെ കാർത്തികയെക്കുറിച്ചുള്ള സത്യഭാമയുടെ വാക്കുകൾ കേട്ട് രാഘവൻ നായർ പറഞ്ഞു, അതെ കാർത്തികയെ നീ ഇത്ര സന്തോഷത്തോടെയും വളരെ ആത്മാർത്ഥമായിട്ടും ഒക്കെ പറയുന്നുണ്ടല്ലോ, എന്നാലേ നീ ഈ പറഞ്ഞ താലി മഹാത്മ്യം അത് വിഷ്ണു ശാലിനിയുടെ കഴുത്തിൽ കെട്ടിയ ആ താലിക്കില്ലേ എന്ന് രാഘവൻ നായർ ചോദിച്ചു.
ആ ചോദ്യം കേട്ടതും സത്യഭാമ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ തലകുനിച്ചു നിന്നു. ആ സമയത്ത് രാഘവൻ നായർ സത്യഭാമയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ശാലിനിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നതിന്റെ സന്തോഷത്തിലായിരുന്നു സത്യഭാമ. ഈ സമയം എത്രയും വേഗം വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹം നടത്തണമെന്ന തീരുമാനത്തിൽ സത്യഭാമ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ ശാലിനിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയുടെ മഹാത്മ്യമാണ് 5 വർഷക്കാലം അവൾ ഈ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു മാറി നിന്നതും അതിന്റെ ഫലമായി അവൾക്ക് ലഭിച്ച ആ 5 വർഷത്തെ ഒളിവ് ജീവിതത്തിൽ അവൾക്ക് ലഭിച്ച സമ്മാനമാണ് അവളുടെ കയ്യിലുള്ള സത്യ എന്ന കുട്ടി എന്ന് സത്യഭാമ വളരെ പരിഹാസത്തോടെ പറയുമ്പോൾ അത് കേട്ട വിഷ്ണു കലിയോടെ തൻ്റെ മുഷ്ടി ചുരുട്ടി ആ ഭിത്തിയിൽ ആഞ്ഞിരിക്കുന്നു.